തൃശ്ശൂരിൽ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. തൃശ്ശൂരിലെ സാധ്യത നോക്കിക്കഴിഞ്ഞാൽ അതിലിപ്പോൾ പി ബാലചന്ദ്രൻ, വി എസ് പ്രിൻസ്, ടി പ്രദീപ് കുമാർ എന്നീ പേരുകളൊക്കെ കേൾക്കുന്നുണ്ട് LDFന്റെ ഭാഗത്ത് നിന്ന്. UDF ആണെങ്കിൽ അനിലക്കരെ, ജോസഫ് ടാജറ്റ്, എ പ്രസാദ് എന്ന പേരുകൾ കേൾക്കുന്നു. ഒല്ലൂരിൽ നോക്കുകയാണെങ്കിൽ LDFൽ നിന്ന് കെ രാജൻ, UDFൽ നിന്ന് ഷാജി കോടങ്കണ്ടത്ത്, എ പ്രസാദ്. പുതുക്കാടേക്ക് വന്നാൽ LDFൽ കെ രാമചന്ദ്രൻ, UDFൽ ബാബുരാജ്, സോണിയാഗിരി എന്നീ പേരുകൾ കേൾക്കുന്നു. കൊടുങ്ങല്ലൂരിൽ നോക്കിയാൽ LDFൽ VR സുനിൽകുമാർ, TR രമേഷ് കുമാർ, വിപിൻ ചന്ദ്രൻ എന്നീ പേരുകൾ. UDF ആണെങ്കിൽ OJ ജനീഷ് എന്ന പേര് കേൾക്കുന്നു. ഇരിങ്ങാലക്കുടയിൽ LDFന്റെ ഭാഗത്ത് നിന്ന് R ബിന്ദു, UDF തോമസ് ഉണ്ണിയാടൻ കേരള കോൺഗ്രസിന്റെ ഭാഗമായി. ഇനി ഇതൊക്കെയാണ് സാധ്യതകൾ. ഇതിൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു. ജെയ്സൺ, തൃശ്ശൂരിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? റോഷ്നി, തൃശ്ശൂരിൽ വളരെ സജീവമായ ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ഒരു കാര്യം ഉറപ്പാണ്, ഒട്ടുമിക്ക സ്ഥാനങ്ങളിലേക്ക്, ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും പുതുമുഖങ്ങൾ വരാനുള്ള സാധ്യതകളാണ് പ്രധാനമായും കാണുന്നത്. പ്രത്യേകിച്ച് UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികളിൽ നല്ലൊരു ശതമാനം പുതുമുഖങ്ങൾ വരും. പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ കളമൊഴിയുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ കുന്നംകുളത്തേക്ക് പോയാൽ മുൻ മന്ത്രി AC മൊയ്തീൻ ഇത്തവണ മത്സരരംഗത്തേക്ക് ഉണ്ടാവില്ല. അവിടെ പകരം ഒരാൾ വരും. വളരെ മികച്ച ഒരു സ്ഥാനാർത്ഥിയായിരിക്കും. കേരളത്തിലെ ഏറ്റവും പാർട്ടി സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമെന്നാണ് CPM ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ UDFന്റേതായി കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട ജയശങ്കറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. മറ്റൊന്ന് വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരി അനിലക്കര കഴിഞ്ഞ തവണ പരാജയപ്പെട്ട മണ്ഡലമാണ്. ആ മണ്ഡലത്തിലേക്ക് PN വൈശാഖ്, അവിടുത്തെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ പ്രതിപക്ഷ നേതാവാണ് PN വൈശാഖ്. വൈശാഖിൻ്റെ പേരുണ്ട്. രാജേന്ദ്രൻ അരങ്ങത്തിൻ്റെ പേരുണ്ട്. ചേലക്കരയിൽ ശിവൻ വീട്ടിക്കുന്നാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. LDFന്റെ സ്ഥാനാർത്ഥി നിലവിലുള്ള MLA UR പ്രദീപ തന്നെയാകും. അതുപോലെ തന്നെ കയ്പമംഗലത്തേക്ക് വന്ന കയ്പമംഗലത്ത് CPയുടെ നിലവിലുള്ള ടൈസൺ മാസ്റ്റർ മാറുമെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. അവിടെ പകരം KK വത്സരാജനെ സ്ഥാനാർത്ഥിയാക്കും. CPയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ്, അതോടൊപ്പം തന്നെ നാസർ എന്നീ രണ്ട് പേരുകളാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാവാണ് ആസിഫ്. പാർട്ടിയുടെ DCC ജനറൽ സെക്രട്ടറിയാണ് നാസർ. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ VR സുനിൽകുമാർ തന്നെ തുടരാനാണ് സാധ്യത. മുൻ മന്ത്രി VK രാജന്റെ മകനാണ്. മൂന്നാമത് ഒരു ഇളവ് കൂടി അദ്ദേഹത്തിന് നൽകുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് അവിടെ സ്ഥാനാർത്ഥിയാകും എന്നാണ് ഏകദേശ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. ചാലക്കുടിയിൽ നിലവിൽ ഏക MLA UDFനുള്ളത് ചാലക്കുടിയാണ്. അവിടെ TJ സനീഷ് കുമാറാണ്. സനീഷ് കുമാറിന് എതിരായത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സീറ്റാണ്. ഡെന്നിസ് എന്ന സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട്, നേരിയ വോട്ടിനാണ് പരാജയപ്പെട്ട്. ഇത്തവണ അദ്ദേഹത്തിന് തന്നെ ഒരു അവസരം നൽകുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പുതുക്കാട് മണ്ഡലത്തിലേക്ക് വന്നാൽ നിലവിൽ LDFന്റെ സ്ഥാനാർത്ഥി തന്നെ നിലവിൽ MLA KK രാമേന്ദ്രൻ, അദ്ദേഹം തന്നെ മത്സരിക്കും. അതോടൊപ്പം അളകപ്പനഗർ പുതുക്കാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന ബാബുരാജും സോണിയാഗിരി, ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിലെ മുനിസിപ്പൽ ചെയർപേഴ്സണൊക്കെ ആയിരുന്ന സോണിയാഗിരി എന്നീ രണ്ട് പേരുകളാണ് പരിഗണിക്കുന്നത്. അതോടൊപ്പം ഒല്ലൂരിലേക്ക് വന്നാൽ രാജൻ വീണ്ടും മത്സരിക്കും. അതോടൊപ്പം ഷാജി കോടങ്കണ്ടത്ത്, അതുപോലെ തന്നെ എ പ്രസാദ് ഇപ്പോൾ ഡെപ്യൂട്ടി മേയറാണ് തൃശ്ശൂർ കോർപ്പറേഷന്റെ. അതുപോലെ തന്നെ TV ചന്ദ്രബാബു എന്നീ മൂന്ന് പേരുകളാണ് അവിടെ പരിഗണിക്കുന്നത്. തൃശ്ശൂരിലേക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം. കാരണം ഏറ്റവും വിജയ സാധ്യത ഏറ്റവും ഉയർന്നു നിൽക്കുന്ന മണ്ഡലം തൃശ്ശൂരാണ്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോർപ്പറേഷൻ വലിയ ഭൂരിപക്ഷത്തോട് പിടിക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഉണ്ടാക്കിയ വലിയ മുന്നേറ്റം അത് തകർന്നു വീഴുന്ന സ്ഥിതി ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിലേക്ക്, തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥികളെ കുത്തൊഴുക്കുണ്ട്. നിലവിൽ കഴിഞ്ഞ തൃശ്ശൂർ കോർപ്പറേഷന്റെ മുൻ മേയറായിരുന്ന രാജൻ പല്ലൻ, അതോടൊപ്പം നിലവിലെ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, അനിലക്കര, ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്, അങ്ങനെ തുടങ്ങിയ ഒരു നീണ്ട നിര തന്നെയാണ് തൃശ്ശൂരിലേക്ക് പരിഗണിക്കുന്നത്. മണലൂരിൽ പ്രധാനമായും TN പ്രതാപൻ സ്ഥാനാർത്ഥിയാകും, ഇല്ലെങ്കിൽ അനിലക്കര സ്ഥാനാർത്ഥിയാകും എന്നതാണ് നിലവിലത്തെ അവസ്ഥ. ഗുരുവായൂർ മണ്ഡലം ലീഗിൻ്റെ മണ്ഡലമാണ്. ലീഗ് നിരന്തരമായി തോറ്റുകൊണ്ടിരിക്കുന്ന മണ്ഡലം കിട്ടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നൽകിയാൽ TM പ്രതാപനായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി. മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് അവിടെ ചിന്തിക്കാൻ പോലും ആകില്ല. അതേസമയം അങ്ങനെ വന്നാൽ മണലൂരിൽ സ്വാഭാവികമായും അനിലക്കര സ്ഥാനാർത്ഥിയാകും. ഇങ്ങനെ പല സമുദായ സമവാക്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. LDFന് പ്രധാനമായും രണ്ട് സ്ഥലങ്ങളിൽ പുതിയ സ്ഥാനാർത്ഥികൾ എത്തും. മണലൂരും അതുപോലെ തന്നെ കുന്നംകുളത്തും പുതിയ സ്ഥാനാർത്ഥികൾ എത്തും. നിലവിൽ മണലൂരിൽ മുരളി പെരുന്നെല്ലിയാണ് സ്ഥാനാർത്ഥി. അദ്ദേഹം മാറും. അതുപോലെ തന്നെ കുന്നംകുളത്ത് മുൻ മന്ത്രി AC മൊയ്തീൻ മാറും. പിന്നീട്
പലതരത്തിലുള്ള സർപ്രൈസ് സ്ഥാനാർത്ഥികളും ഇത്തവണ ഉണ്ടാകുമെന്ന്, ചില പഴയ മുഖങ്ങൾ തിരിച്ചു വരുമെന്നൊക്കെ അണിയറയിൽ ചർച്ചകൾ നടക്കുന്നു. ഇതൊന്നും അന്തിമരൂപമായിട്ടില്ല. ഏതായാലും അതിശക്തമായ മത്സരത്തിന് മുന്നണികൾ തയ്യാറെടുത്തു കഴിഞ്ഞു. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റ തിരിച്ചടി, അവരുടെ വലിയ തള്ളിക്കയറ്റം തൃശ്ശൂർ പോലുള്ള മണ്ഡലങ്ങളിലേക്ക് മുഴുവൻ നേതാക്കളും, സംസ്ഥാനത്ത് മുഴുവൻ നേതാക്കളും തള്ളിക്കയറാൻ കാത്തിരുന്നതിന് ഒരു തിരിച്ചടിയായിട്ടുണ്ട്. ആർക്കും വലിയ താല്പര്യമില്ലാത്ത സ്ഥിതി തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വിജയസാധ്യതയുണ്ടായിരുന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നതാണ് LDF UDF മുന്നണികൾക്ക് ഒരു ആശ്വാസമായി കാണുന്നില്ലെങ്കിൽ തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമായിരുന്നെങ്കിൽ സ്വാഭാവികമായും BJP എളുപ്പത്തിൽ ജയിച്ച് കയറുമായിരുന്നു. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷനിലുണ്ടായ തിരിച്ചടി, വെറും 8 വാർഡുകൾ മാത്രമാണ് BJPക്ക് പിടിക്കാനായത്. അതുകൊണ്ട് തന്നെ ആ തിരിച്ചടിയിൽ മനംനൊന്ത് ഉന്നതരായ നേതാക്കൾ തൃശ്ശൂരിനെ കൈയൊഴിഞ്ഞ മട്ടാണ്. എങ്കിൽ പോലും ചില പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ വിജയകരമായാൽ വലിയ പ്രതീക്ഷ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ ആ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഒരു നേട്ടം ഇവിടെ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി UDFിനുണ്ടായിരിക്കുന്ന ഒരു വലിയ ഗുണം എന്ന് പറയുന്നത്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകൾ വലിയ മുന്നേറ്റം, 40ഓളം പഞ്ചായത്തുകൾ UDFിന് സ്വന്തമാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 16 പഞ്ചായത്തുകൾ മാത്രമാണ് UDFിനുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് 40ഓളം പഞ്ചായത്തുകളിലേക്ക് വിജയം. തൃശ്ശൂർ കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റം. ഇതെല്ലാം കൊണ്ട് വെച്ച് നോക്കുമ്പോൾ വലിയ തിരിച്ചുവരവിനുള്ള സാധ്യത കോൺഗ്രസ് കാണുന്നുണ്ട്. കുറഞ്ഞത് ഒരു 6 സീറ്റെങ്കിലും പിടിക്കാനാകുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് കരുതുന്നു. അതേസമയം കഴിഞ്ഞ തവണ 13-ൽ 12 LDF നേടിയിരുന്നു. ആ 12 നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. പക്ഷേ ആ പ്രതീക്ഷ എത്രമാത്രം ഫലവത്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. എങ്കിൽ പോലും കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം മുന്നോട്ട് പോകുന്നത്. റോഷൻ, തൃശ്ശൂരിലെ സാധ്യതകളാണ് ജെയ്സൺ ചാമോളപ്പിൽ വിശദീകരിച്ചത്. ഒരു അന്തിമ രൂപമാകുമ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനത്തിനൊക്കെ നമ്മൾ കാത്തിരിക്കുകയാണ്. ആരൊക്കെ എവിടെയൊക്കെ എന്നുള്ളതിലൊക്കെ ഒരു പൂർണ്ണ ചിത്രം വൈകാതെ തന്നെ തെളിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയാണ്. അതിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ, പഴയ ആളുകൾ തിരിച്ചു വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.